ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പേപ്പറും ബോട്ടിലും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വോൾ ഡെക്കർ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കല്ലോ. അപ്പോൾ നമ്മളിതാ വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഈ വൈറ്റ് പേപ്പറിൽ നിന്ന് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു അളവ് വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ 10 സെൻറ്റിമീറ്റർ ആട്ടോ എടുക്കുന്നത്. 10 സെൻറ്റിമീറ്റർ സർക്കിളായിട്ട് വരച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കോമ്പസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അളവ് വേണ്ടാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മൂടി വെച്ചിട്ട് അതനുസരിച്ച് വരച്ചെടുത്താൽ മതി കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു പേപ്പറിൽ ഒറ്റ സർക്കിൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്തത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് അധികം ഉണ്ടാക്കിയെടുക്കേണ്ടത് കൊണ്ട് തന്നെ ഇതിലും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പേപ്പറിൽ എത്ര സർക്കിളാണ് നമുക്ക് എടുക്കാൻ പറ്റുക അതനുസരിച്ച് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് ഞാനൊന്ന് കാണിക്കണ്ടേ. നമ്മളെടുക്കുന്ന അളവിനനുസരിച്ച് ആദ്യം വരച്ചെടുക്കുക, എന്നിട്ട് പേപ്പർ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റേ. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുന്ന കേട്ടോ നല്ലത്. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പേപ്പറിനൊന്ന് നടുമടക്കുക. കണ്ടല്ലോ, നമ്മൾ സർക്കിൾ ചെയ്ത് വെച്ചില്ലേ, അതിനൊന്ന് നടുമടക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് മടക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മടക്കിയില്ലേ, അതിന് വെട്ടിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ആ മടക്കിയ ഒരു ഭാഗത്ത് നമ്മൾ വെട്ടിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ നല്ല അടുപ്പിച്ചിട്ടല്ല, കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വെട്ടിട്ട് കൊടുക്കുക. എന്നാൽ കണ്ടില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അറ്റത്ത് നമുക്കൊന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒരു വെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു പീസ് വെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിനൊന്ന് തിരിച്ചു പിടിച്ചിട്ട് ഇത് ഇപ്പോൾ ചെയ്തില്ലേ അതേപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇത് കണ്ടല്ലോ, നമ്മൾ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തിയെടുക്കാം. അപ്പോൾ നിവർത്തിയെടുക്കുമ്പോൾ അതിൻ്റെ മിഡിലായിട്ട് കട്ടായിട്ടുണ്ടാവില്ല കേട്ടോ. നമ്മൾ മടക്കി വെച്ചതല്ലേ, ആ ഭാഗം കട്ടായിട്ടുണ്ടാവില്ലേ, അത് നമുക്കൊന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിവർത്തിയെടുക്കുക. നിവർത്തിയെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെൻസിലോ ബാമ്പു സ്ക്വയർസോ വെച്ചിട്ട് നമുക്കിതൊന്ന് ഈ ലീഫുകളെയൊക്കെ ഒന്ന് തിരിച്ചെടുക്കാം കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മിഡിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് അങ്ങനെ കട്ട് ചെയ്യരുത്. ഒരു ഭാഗത്ത് അതിൻ്റെ മിഡിൽ എവിടെയാണോ അവിടേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ലുക്ക് വരും കേട്ടോ. അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നല്ലൊരു ഫ്ലവറായിട്ട് വരും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് വെക്കാനായിട്ട് ഞാനിതാ കളർ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കളർ പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വൈറ്റ് പേപ്പറിൽ എങ്ങനെയാണോ ചെയ്തത് സർക്കിൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കല്ലേ ചെയ്തത്, അതേപോലെ തന്നെ സർക്കിൾ വരച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിന് 6 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. അതിനെക്കാട്ടിയും ചെറുതാക്കിയിട്ട് എടുക്കുക. നമ്മൾ ആദ്യം 10 സെൻറ്റിമീറ്റർ എണ്ണ എടുത്തത്, ഇതിപ്പോൾ 6 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് അതൊന്ന് സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം 2 മടക്കുക. എന്നിട്ട് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ചെയ്തില്ലേ അതേപോലെ തന്നെ. ഇതുവരെ നമ്മൾ വൈറ്റ് പേപ്പറിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മിഡിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. 2 പാർട്ടാക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. 2 പീസ് വേണം കേട്ടോ നമുക്ക്. മറ്റേത് നമ്മൾ അതിൻ്റെ മിഡിലേക്ക് കട്ട് ചെയ്തെടുക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. ഇതങ്ങനെയല്ല കേട്ടോ. ഇതിനെ നമുക്ക് 2 പീസാക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 2 പീസിനെയും ഇതേപോലെ പെൻസിൽ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഈ പെൻസിൽ വെച്ച് ചെയ്തതിന് ശേഷം നമ്മളിതാ ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണേ. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ഏത് ഗ്ലൂ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വൈറ്റ് ഫ്ലവർ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മിഡിലായിട്ട് ഇത് ഒട്ടിച്ചെടുക്കുകയാണേ. അപ്പോൾ ആദ്യം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പീസും കൂടി ഇല്ലേ, ആ പീസിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ പെൻസിൽ വെച്ചിട്ട് ചെയ്തതിന് ശേഷം ഒരു മുട്ട് മാതിരി നമ്മൾ പൂ വിരിഞ്ഞ് വരില്ലേ, ആ ഒരു ഷേപ്പിലാട്ടോ വെക്കുന്നത്. അപ്പോൾ ആദ്യം പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് തിരിച്ചെടുത്തില്ലേ, ആ തിരിച്ച ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മളതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വിരിഞ്ഞ് വരുന്നത് പോലെ ഉണ്ടാവും കേട്ടോ പൂവ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ
പൂവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതളുകൾ ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അതേപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഭംഗിയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല. ചില ഭാഗത്തൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, ചില ഭാഗത്തൊന്ന് ഡിമ്മായി പോകുന്നുണ്ട്, അതൊന്ന് ക്ഷമിക്കണം കേട്ടോ. ലൈറ്റ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും കൂടി വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വൈറ്റ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും പിന്നെ ഞാൻ കളർ പേപ്പർ ആട്ടോ എടുക്കുന്നത്. അതിൻ്റെ മിഡിലായിട്ട് കളർ പേപ്പർ എടുത്ത് വെച്ചാൽ എന്താ വെച്ചാൽ ഞാൻ ഇതിൽ റെഡ് ആണല്ലോ വെച്ചത്, അതിന് പകരമായിട്ട് നമുക്ക് പല കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കളേഴ്സ് യൂസ് ചെയ്തിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ കളർ മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ മിഡിലുള്ളതാണ് കേട്ടോ പറയുന്നത്. വൈറ്റ് പേപ്പറിന് മിഡിലായിട്ട് വെക്കുന്നില്ലേ, അതിന് നിങ്ങൾക്ക് ഒറ്റ കളറായിട്ട് മതി എന്നുണ്ടെങ്കിൽ എല്ലാം ഒരു കളറിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ പല കളേഴ്സിൽ ചെയ്തതുകൊണ്ടാട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഇതേപോലെയുള്ള കുറച്ച് ഫ്ലവേഴ്സ് കൂടി വേണം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ഫ്ലവേഴ്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി കളർഫുൾ ഫ്ലവേഴ്സാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഇനി നമുക്കിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു ബോട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബോട്ടിൽ ഞാൻ എടുത്തിട്ടുള്ളത് മിൽക്ക് ബോട്ടിലാട്ടോ എടുത്തിട്ടുള്ളത്. ഇതേപോലുള്ള ഏത് ബോട്ടിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ കണ്ടല്ലോ, ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ 2 ബോട്ടിൽ വേണം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ കണ്ടല്ലോ, സ്റ്റിക്കേഴ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബോട്ടിലിൻ്റെ മുകൾ വശമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ഇതിൻ്റെ മുകൾ ഭാഗം കേട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു പീസാണ് വേണ്ടത്, ഇതിൻ്റെ മറ്റേ പീസ് നമുക്ക് വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ടിലും ഇതേപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന 2 പീസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതേപോലെ 3 പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ബോട്ടിൽ 4 പീസ് ഉണ്ടാവുമല്ലോ, അതിലൊരു പീസ് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്, ബാക്കി 3 പീസ് നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു പീസ് ഉണ്ടല്ലോ, ബോട്ടിലിൻ്റെ ചെറിയൊരു പീസ് ഉണ്ടല്ലോ, അത് നമ്മളിപ്പോൾ മാറ്റി വെക്കുകയാണേ. ആദ്യം നമുക്ക് വേണ്ടത് ഇത് രണ്ടും കേട്ടോ. ഇത് രണ്ടും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനൊന്ന് വെട്ടിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മൾ പേപ്പറൊക്കെ വെട്ടില്ലേ, അതേപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഫുള്ളായിട്ട് വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിതിനൊക്കെ ഒന്ന് താഴെ പ്രസ് ചെയ്ത് താഴേക്കാക്കി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചില ബോട്ടിൽ കുറച്ചൊന്ന് തിക്ക് ഉണ്ടാകുമ്പോൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പീസ് കുറച്ച് പൊങ്ങിയിട്ടും ഒരു പീസ് താഴ്ന്നിട്ടും ആ ഒരു രീതിയിലാണ് കേട്ടോ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ട് ബോട്ടിലും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഈ ബോട്ടിലിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തില്ലേ, അപ്പോൾ ഓരോന്നിലായിട്ട് നമുക്ക് ഓരോ ഫ്ലവർ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ചെടുക്കുന്നത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ്. ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചെടുക്കുമ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബോട്ടിലല്ലേ പെട്ടെന്ന് ഒരുക്കാൻ ചാൻസ് ഉണ്ടല്ലോ. പിന്നെ വൈറ്റ് പേപ്പർ തന്നെ ആയതുകൊണ്ട് വേഗം ഒട്ടിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ പല കളേഴ്സല്ലേ നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ, കളർഫുള്ളായിട്ടുണ്ട്. ഒറ്റ കളറായാലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മിഡിലായിട്ട് നിങ്ങൾ പല കളേഴ്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതാകുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. ഇതേപോലെ തന്നെ നമ്മൾ മറ്റൊരു പീസ് ഉണ്ടല്ലോ ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിലും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കണേ. അത് ഒട്ടിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കല്ലേ, പിന്നെ ലെങ്ത്തായിപ്പോൾ വീഡിയോ നല്ല ലെങ്ത്തായിപ്പോൾ, അതുകൊണ്ട് തന്നെ അതിൽ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ മിഡിലായിട്ട് നമ്മൾ മൂടിയുള്ള അടപ്പുള്ള ഭാഗം ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. പൊട്ടിക്കുന്നത് ഇതേപോലെ തന്നെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക, ഒട്ടിച്ചെടുക്കാം. കണ്ടല്ലോ, ഇതേപോലെ ഈ അടപ്പുള്ള ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയാട്ടോ, ഒരുപാട് ഫ്ലവേഴ്സ് അങ്ങനെ വന്നപ്പോൾ നല്ല ഭംഗിട്ടോ കാണാൻ. ഇനി ഇത്ര വരെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇത്ര വരെ തന്നെ മതി കേട്ടോ. ഈ ബോട്ടിലായതുകൊണ്ട് തന്നെ നല്ലോണം നിൽക്കുന്നുണ്ട് കേട്ടോ, വീണൊന്നും പോകുന്നൊന്നുമില്ലേ. അപ്പോൾ ഇത്രമാത്രം മതി എന്നുണ്ടെങ്കിൽ ഇത്ര മതി. പക്ഷെ നമുക്കൊന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ വേറൊരു പീസ് കട്ട് ചെയ്തിട്ടില്ലേ, അതും കൂടി ഇതിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്.
ഇത് നമുക്ക് ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്കിതിൻ്റെ താഴെ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ കവർ ചെയ്യാനായിട്ട് ഞാൻ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ആ കാർഡ്ബോർഡ് പീസ് എടുത്തതിന് ശേഷം ഈ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ബോട്ടിലിൻ്റെ ആ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കവർ ചെയ്തെടുക്കാൻ ഞാൻ ഒരു കളർ പേപ്പർ എടുത്തിട്ട് ആദ്യം ഈ കാർഡ്ബോർഡ് പീസ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഈ ബോട്ടിലായിട്ട് അത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കണ്ടല്ലോ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കുറച്ച് തെർമോക്കോൾ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് കയ്യിലുള്ളത് കൊണ്ട് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ബോട്ടിൽ ആ ഒരു ഫ്ലവറിൻ്റെ താഴെ ഭാഗം നമുക്ക് ഈ തെർമോക്കോൾ ബോൾസ് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് തെർമോക്കോൾ ബോൾസ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ചെറിയ കുഞ്ഞ് ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനത് ആ ബോട്ടിലിൻ്റെ ഇതിൽ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അടപ്പിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും കേട്ടോ. അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതുതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ. പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.